പാതിരാത്രി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരും. ആ ചേട്ടൻ പറഞ്ഞു കേട്ടില്ല, നിങ്ങളൊന്ന് ആലോചിക്കുക, മഴക്കാലത്ത് ഇങ്ങനെ ഈ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ പോയിട്ട് അവർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റാതെ വഴിയിൽ പാതിരാത്രിക്ക് പേടിച്ച് കയറി നിന്നിട്ടുണ്ടെന്ന്. എൻ്റെ പൊന്നു, എന്നെ അവസ്ഥയായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഈ നടക്കുന്നത് തന്നെ ഈ മഴ സമയത്തിൽ പോകാന്ന് വെച്ചാൽ റിസ്ക് ആട്ടോ. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോയവർ ഇങ്ങനെ കൂടുതലും പോയവരല്ലേ, എല്ലാവരും തന്നെ പോയോ. പ്രത്യേകിച്ച് ഇവിടേക്ക് അടുത്തടുത്ത് വീടുണ്ടായിരുന്നേ. അതെ അല്ലേ. ഒന്നാമത് സൗകര്യങ്ങളില്ല, യാത്രാ സൗകര്യം ഇല്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുത്തേടാണേ. അപ്പോൾ ഈ പുത്തേടിനെ പറ്റി അധികം നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് സ്ഥിരം നിങ്ങൾ കേൾക്കുന്ന ഒരു പേരായിരിക്കും പുത്തേട്. അപ്പോൾ ഇവിടെ പുത്തേട് വന്നിട്ട് ഇവിടെ അടുത്തുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്നത് പുത്തേടിനടുത്തുള്ളൊരു മലയോര ഗ്രാമമായിട്ടുള്ള അനൂരിലേക്കാണ്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് തൊടുപുഴ വാഗമൺ റൂട്ടാണ്. തൊടുപുഴ കഴിഞ്ഞ് കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നേരെ പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് കിടക്കുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ഈ പുത്തേട് സിറ്റി കഴിഞ്ഞ് അല്പ ദൂരം മുന്നോട്ടേക്ക് വരുമ്പോഴത്തേന് ഇങ്ങനെ ഒരു പാലം കാണാം കേട്ടോ. നമ്മൾ പുത്തേട് നിന്ന് ഇല്ലിക്കല്ലിലേക്ക് നടന്നു പോകുന്ന ആദ്യത്തെ വീടില്ലേ, അത് അങ്ങതെ ആ ഒരു വശത്തോടെ അതിലൊരു വലിയ മലയുടെ മേളിക്കൂടെ ആയിരുന്നു നമ്മൾ നടന്നു പോയത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാനൊരു തോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം തോടാണ് ഇത് കണ്ടോ. ഇവിടെ വന്നിട്ട് ആ പാറയുടെ ഇടുക്കിക്കൂടെ വെള്ളം ഒഴുകി കുത്തി ഒലിച്ച് താഴേക്ക് പോകുന്നുണ്ടോ. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയി വീണ്ടും അങ്ങ് താഴ്വാരത്തേക്ക് ഒഴുകി പോവാണ്. മൊത്തം ഇരുണ്ട് മൂടി കേട്ടോ. അയ്യോ, മഴ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇരുണ്ട് മൂടി കിടക്കണുണ്ടോ. ആ തോട് ഇങ്ങനെ തന്നെ താഴേക്ക് പോവാണ്. ഇതുകൊണ്ട് വെള്ളം കുത്തി ഒലിച്ച് പോകുന്നുണ്ടോ. ഇത് മിക്കവാറും ഏതെങ്കിലും ഒരു വെള്ളച്ചാട്ടമായിരിക്കും അങ്ങ് താഴെ ഈ വെള്ളം ചെല്ലുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു വീട് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ വീട്ടിൽ ആൾതാമസമൊന്നുമില്ല. അതിൻ്റെ തറയൊക്കെ ഇടിഞ്ഞ് താഴേക്ക് പോയേക്കുവാണ് തോട്ടിലേക്ക്. എൻ്റെ പൊന്നോ, ഭയങ്കര ഭീകര ദൃശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് മഴക്കാലത്തൊക്കെ ഇവിടെ ഉരുളൊക്കെ പൊട്ടുന്നത് സാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മഴക്കാലത്ത് ഉരുൾ പൊട്ടിയതായിരിക്കില്ല, വലിയ മഴ വന്ന സമയത്ത് ഇടിഞ്ഞ് താഴേക്ക് പോയതായിരിക്കും. അതുപോലെ തന്നെ അവിടെയൊക്കെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാം. ഇങ്ങോട്ട് ഇറങ്ങി പോകേണ്ട വഴിയൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. ആ വഴിയൊക്കെ മിക്കവാറും അടഞ്ഞു പോയതായിരിക്കും. എന്തായാലും ഇവിടെ താമസം ഇല്ലാതായിട്ട് ഒരുപാട് കാലം ആയെന്ന് തന്നെ നമുക്ക് ആ വീട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന അവിടെ ഒരു ഇടത്തേക്കൊരു വഴിയുണ്ട്. അതിലാണ് നമുക്ക് അനൂർ ഗ്രാമത്തിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ വണ്ടിയൊക്കെ ഉണ്ടാകാൻ പറ്റില്ല. വണ്ടി ഞാൻ അവിടെ വെച്ചേക്ക് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നല്ല വഴി. അത് കഴിഞ്ഞാൽ വഴി ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ മഴ പതുക്കെ ചാരി തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോയാൽ എങ്ങനെ ആവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കെന്തായാലും പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ വഴി. പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ കഷ്ടി നേരെ വന്നാലും നമുക്ക് ഈ വഴി കാണാം കേട്ടോ. അതിൻ്റെ മേളിലെന്ത് അവിടെ ഒരു ചെറിയൊരു വീടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി അങ്ങ് താഴേക്ക് ഇറങ്ങാൻ പോവാണേ. കണ്ടോ, ആദ്യം കാണുമ്പോൾ നല്ല വഴിയെന്ന് തോന്നും. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേനും ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെ മാറും കേട്ടോ. നല്ല കുത്തനെയുള്ള ഇറക്കമാണ് താഴേക്ക്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ അതേ അടിപൊളി കിട്ടിലൻ മഴ തുടങ്ങിയിട്ടുണ്ടേ. എൻ്റെ പൊന്നോ, ഇതിൻ്റെ ഒരു അവസാനം എങ്ങനെയാവുന്നത് ഇപ്പോൾ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ മലയിഞ്ചി, കാപ്പി അങ്ങനെയുള്ള കൃഷികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഴയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വില്ലൻ. ചെറിയ മഴയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ മലയോര മേഖലയിലൊക്കെ പോകുമ്പോഴത്തേനും വലിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അത് വേറെ വിഷയമാവും കേട്ടോ. ഇപ്പോൾ ഒന്നാമതിപ്പം ഈ ഒരു മൺസൂൺ ടൈം ആണല്ലോ. മഴ എങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. എൻ്റെ കയ്യിൽ ചെറിയൊരു കുട മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു റെയിൻ കോട്ടും ഉണ്ട്. അത് കാരണം വെച്ചാൽ ഇപ്പം ക്യാമറയുടെ ബാറ്ററി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നനയാതിരിക്കാൻ വേണ്ടി എടുത്തോട്ടെ. ഇനി ശക്തമായ മഴ പെയ്താൽ അതിലൊന്നും ഒരു കാര്യമില്ല. ഇനി കയറി നിൽക്കാനാണെന്നുണ്ടെങ്കിൽ വീടുകളൊക്കെ ഉണ്ടോ ആവോ, എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് വീടുകളൊക്കെ കണ്ടു തുടങ്ങിയത്. അവിടെ അതൊരു വീട്ടിലേക്കുള്ളൊരു വഴിയാണ്. അവിടെ നമുക്കൊരു വീട് കാണാം, ഈ താഴെ കാണാം. ഈ വഴി അങ്ങനെ താഴേക്ക് പോവുകയാണേ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ മഴ വന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ഈ നിൽക്കുന്ന ഏലമാണേ, ഇത് കണ്ടോ. അങ്ങനെ ഏലത്തോട്ടമായിട്ടൊന്നും ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കോടെ ഇങ്ങനെ ഏലമൊക്കെ ഇങ്ങനെ മുളച്ച് നിൽക്കുന്നതാണ്. ചിലപ്പോൾ പൊട്ടി മുളച്ചായിരിക്കും, അല്ലെങ്കിൽ പണ്ട് ഇവിടെ മിക്കവാറും ഏലം കൃഷിയൊക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ കാപ്പി, ജാതിയുണ്ട്, തേക്ക്, ഇടയ്ക്കോടെ റബ്ബർ മരങ്ങളൊക്കെ കാണാം കേട്ടോ. റബ്ബർ തോട്ടമായിട്ടൊന്നുമില്ല. ഇനി റബ്ബർ തോട്ടം ഉണ്ടോ താഴേക്ക്? അതേട്ടോ, താഴേക്ക് വലിയൊരു റബ്ബർ തോട്ടം തന്നെയാണ്. അങ്ങനെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ മേളിലെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓസ് വഴി അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണോ അതോ മേളിൽ നിന്ന് മലയിലേക്ക് താഴേക്ക് കൊണ്ടുപോകുന്നതാണെന്നൊന്നും അറിയില്ല കറക്റ്റ്. അതുപോലെ തന്നെ അതേ മുന്നിൽ ഒരു വലിയൊരു പാറയും അതേക്കൂടെ ഒരു വെള്ളച്ചാട്ടമാണോ, വെള്ളമൊക്കെ ഒഴുകി വരുന്നൊരു കാഴ്ച നമുക്ക് കാണാം. ഈ സൈഡിൽ കൂടെ ഇതെന്താണ്, കാട്ടുമഞ്ഞളാണോ അതെയോ എന്തൊക്കെയോ കൂവയാണോ, അങ്ങനെ എന്തൊക്കെയോ ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. മഴക്കാലമായിട്ട് നല്ല പച്ചപ്പും ഈ ചെടികളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ ആർത്ത് വളർന്നു തന്നെ നിൽക്കുക കേട്ടോ. ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു ചെടി കണ്ടോ, ഇത് കണ്ടോ, ഇതിന് കമ്മൽപ്പൂ എന്നൊക്കെ പറയേ. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടിയൊന്നുമല്ല, ഇതൊരു തരം കളയാട്ടോ. നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വളർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പറിച്ച് കളയുന്ന കാഴ്ചയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ആർത്ത് വളരുവേ. ഇതുകൊണ്ട് ഒരു ഏരിയ മൊത്തം ഇതിൻ്റെ കാടായിട്ട് മാറും. അതങ്ങനെ നിൽക്കുക കേട്ടോ. ചെറിയൊരു
ചെടി കൊണ്ടിട്ടാൽ മതി. ആ ഏരിയ മൊത്തം ഇത് തന്നെയാവും കേട്ടോ. ഞാൻ ആ കാണിച്ചു തന്ന വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഉള്ള പാറയുടെ മേളിക്കടെ ഒക്കെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടോ ഇതൊക്കെ ആ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് വെള്ളം കൊണ്ടിരുന്നൊരു വിദ്യ ഉണ്ടോ. പനയുടെ കൈയാണേ ഓല വെട്ടിയെടുത്തതിന് ശേഷമുള്ളത്. അതിൽ കൂടെ വെള്ളം താഴേക്ക് കൊണ്ടിരുന്നുണ്ട്. ഇത് മിക്കവാറും ഈ ബക്കറ്റിലൊക്കെ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വണ്ടി കഴുകാനോ കുളിക്കാനൊക്കെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഗ്രാമത്തിലുള്ളവർക്ക്. 14/10/2019 ഈ വഴി നിർമ്മിച്ചത് കേട്ടോ. സിമെൻറ്റിൻ്റെ മേളിലത് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ടേക്ക് നടക്കുമ്പോഴത്തേനും അങ്ങോട്ടൊരു വഴി കാണാം കേട്ടോ. അതൊക്കെ അവിടെയൊക്കെ വീട് ആ ഒരു വീട്ടിലേക്കുള്ള വഴിയാണേ. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാട്ടോ ഇങ്ങനെ നമ്മുടെ നടപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ എന്താ പറയുക അതിർവരമ്പ് പോലെ ഇങ്ങനെ നല്ല പൂച്ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വളർത്തി. ഞാനോർത്ത് ഇതിൻ്റെ താഴെ ഒരു വീടുണ്ടായിരിക്കും. ഇന്ന് ഇവിടെ വീടൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. കൃഷിയിടങ്ങളൊക്കെ കേട്ടോ. ഇതിങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് നട്ട് പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ആ ഏരിയ ഒന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന്. അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വഴി ഒരു വീട്ടിലേക്കുള്ളത് പറഞ്ഞേ. നമ്മളുടെ താഴെ ഒരു വീട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം കാണാം കേട്ടോ. എന്താണ് സംഭവം? വനിതാ കാർഷിക വിപണന കേന്ദ്രം, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത്. അതുകൊണ്ട് ആ മലയടിവാരത്തിൽ അങ്ങനെ നിൽക്കുന്നത്. എന്താണ് വനിതാ കാർഷിക വിപണന കേന്ദ്രം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ വനിതകൾക്ക് എന്താണ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമോ പദ്ധതി കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അടിപൊളി. മഴ അത്യാവശ്യം ശക്തി കൂടുന്നുണ്ടേ. നമുക്ക് കയറി നിൽക്കാനായിട്ട് അവിടെ ഒരു വീടുണ്ട്. കുട എടുക്കണം, അതെ ആ വീട്ടിൽ കയറി നിൽക്കണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. മഴ ഇങ്ങനെ ശക്തി കൂടി വരുവാണേ. ആ വീട്ടിൽ ആരോ ഉണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കാം. തൽക്കാലം മഴ കുറഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ. ഞാൻ ആ വീടിൻ്റെ തിണ്ണയിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. കസേരയൊന്നും വേണ്ട, ഞാൻ ഒന്നോളാം. മഴ പെട്ടെന്ന് കുറയണ മട്ടില്ല കണ്ടിട്ട്. ആ അതെ, ഈ അനൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഇത് കുറേ ഉണ്ടല്ലേ നടക്കാൻ. ആ ഈ സ്ഥലം ഏതാ? ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ണിക്കൽ അല്ലേ? ആ ആ ആ മഴ പോയെന്ന് തോന്നുന്നു. എടാ കാണുന്നത് അത് മൂലമറ്റമല്ലേ? ആ അങ്ങ് താഴെ നമുക്ക് മൂലമറ്റത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. സ്വിച്ചിയാടും. ഓ നോക്കി അന്തരീക്ഷം നോക്കി, മൊത്തം ഇരുണ്ട് മൂടി. അങ്ങോട്ടൊക്കെ പോയാലും വീടുകളുണ്ടോ? ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അനൂരിയാണോ അല്ലേ? പള്ളി ഉണ്ടോ അവിടെ അല്ലേ? ഇവിടെ നേരത്തെ ഒത്തിരി പേര് താമസിച്ചോണ്ടിരുന്നതാണോ? ഇവിടെയൊക്കെ നേരത്തെ ഒത്തിരി പേര് താമസിച്ചോണ്ടിരുന്നു. എല്ലാവരും ഈ ജോലിയൊക്കെ കിട്ടി പോയി കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് ആരും തിരിച്ചു വരില്ല. ഈ സൗകര്യങ്ങൾ കുറവില്ലല്ലോ. എത്ര വീടുകളുണ്ട് ഇപ്പം ഈ അനൂരിൽ? ഇപ്പം ഏകദേശം അനൂര് ഒരു അനൂര് ഭാഗത്ത് അവിടെയൊക്കെ ഒരുമാതിരി നിരപ്പൊക്കെ ആയതുകൊണ്ട് ഒരു 20 കുടുംബങ്ങൾ കാണുമല്ലോ. അത്രയൊക്കെ ഉള്ളൂ. പോയവരിങ്ങനെ കൂടുതലും പോയവരല്ലേ? എല്ലാരും തന്നെ പോയവർ. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ അടുത്തടുത്ത് വീടുണ്ടായിരുന്നേ. അതെല്ലേ? ഒന്നാമത് സൗകര്യങ്ങളില്ല, യാത്രാ സൗകര്യം ഇല്ല. ഒരു മെഡിക്കൽ പോകണമെങ്കിലുള്ള സൗകര്യങ്ങളില്ല. തൊടുപുഴയ്ക്ക് പോകണ്ടേ? അത് തന്നെ. തൊടുപുഴയാണല്ലോ അവിടെ. ഇവിടെ ഇത്രയും സൗകര്യം ആയത്. വഴി പണിതിട്ട് ഒത്തിരി നാളായില്ലല്ലേ? അധികം നാളായില്ല. ഈ അനൂരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി തന്നെ ഉള്ളൂ. ഇതേ ഉള്ളൂ. പിന്നെ എലപ്പള്ളി കൂടി വരാം. എലപ്പള്ളി മൂലറ്റം. അവിടുന്ന് ഇങ്ങോട്ട് വരാം. അതെ അല്ലേ? നല്ല വഴിയാണോ? ഇല്ല, ഇത്രയും പറ്റില്ല. അവിടെ ഒന്ന് ഉരുള് വന്നു പോയതുകൊണ്ട് അവിടെ അടഞ്ഞുപോയി. ജനപ്രതിനിധികളൊന്നും ആരും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ്. ഈ മഴക്കാലത്ത് എങ്ങനെയല്ലേ? അയ്യോ, ഞങ്ങളൊക്കെ അവിടെ ഇപ്പം സാറ് വന്ന ആ തോടില്ലേ, അവിടെയൊക്കെ ഞങ്ങൾ ആ കരയില് പാതിരാത്രി വരെ നിന്നിട്ടുണ്ട്. അതെല്ലേ? കടക്കാൻ വയ്യാതെ. അയ്യോ, എന്ത് ഉരുള് പൊട്ടി വന്നിട്ടാ? ഉരുളല്ല, വെള്ളം വന്നിട്ട്. ഓ എന്റെ പൊന്നോ. അവിടെ വെള്ളമില്ല, പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോ ഭയങ്കര വെള്ളമാണ്. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റാതെ കുടുങ്ങി കിടക്കും. അവിടെ ഞങ്ങള് നിന്നിട്ടുണ്ട്. പാതിരാത്രി കഴിഞ്ഞാ ഞങ്ങൾ ഇവിടെ വരുന്നത്. ഓ എന്റെ പൊന്നോ. ഓ വല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇവിടെ എന്താ മെയിനായിട്ടും കൃഷിയൊക്കെ കൊക്കോയൊക്കെയാണോ? റബ്ബർ, കൊക്കോ, എല്ലാ കൂട്ടവും ആദായമൊക്കെ ഉണ്ടോ? ഉണ്ട്. നമ്മള് പുരയുടെ വരുമാനം കൊണ്ട് മാത്രം കഴിയണ. എന്റെ വന്നേ, ഇതാണ് മെയിൻ വിഷയം. അപ്പൊ മഴ കുറഞ്ഞിട്ടോ, എന്തായാലും നമ്മുടെ യാത്ര എന്തായാലും തുടരാം. അല്ലെങ്കിലും ഈ മഴക്കാലത്ത് ഇങ്ങനെ മഴ പോകാനായിട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. കാരണം എപ്പോൾ മഴ വരും എപ്പോൾ മഴ പോകുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ റബ്ബറൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ മെഷീൻ വരെ കാണാം റബ്ബർ ഷീറ്റൊക്കെ അടിക്കുന്നത്. ഇത് കണ്ടോ. അതുപോലെ ഇത് തേനീച്ച വളർത്തുന്ന കേട്ടോ. മരം കൊണ്ടുള്ള ഒരു പെട്ടി കണ്ടില്ലേ? താഴേക്കടൊക്കെ വെള്ളം ഒലിച്ച് ഇറങ്ങിപ്പോകുന്ന സൗണ്ട് നല്ല രീതിയിൽ ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് വഴി ഇവിടെ കൊണ്ടങ്ങ് തീരുവാണേ. ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. 1/2 കിലോമീറ്റർ കഷ്ടിച്ച് 1/2 കിലോമീറ്റർ ഇല്ലയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ വഴിയുടെ പണി പൂർത്തിയായ ഡേറ്റ്
കോൺക്രീറ്റിൽ ഇവിടെ കോറി വെച്ചിട്ടുണ്ട്. 9/5/2020 2019 തുടങ്ങിയത്. അത്ര നാളുകൊണ്ടാണ് ഈ വഴി തീർത്തേക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മുന്നോട്ടേക്ക് ഇനി നല്ല വഴിയൊന്നുമില്ല. നല്ല തെളിനീര് പോലത്തെ വെള്ളം. കോൺക്രീറ്റ് വഴി തീർന്നിട്ടില്ല. ഇത്രയും ഗ്യാപ്പ് അത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടുന്ന് മേളിൽ നിന്ന് വീണ്ടും തുടങ്ങുന്നുണ്ടല്ലോ. ഈ വഴിയിൽ അങ്ങനെ ഡേറ്റ് ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഈ വഴി നിർമ്മിച്ചതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2019-20 പുത്തേട് അനൂർ റോഡ് കോൺക്രീറ്റിങ്, അറക്കുളം പഞ്ചായത്ത്, അറക്കുളം ആട്ടോ. ആ ചേട്ടൻ പറഞ്ഞു കേട്ടില്ല, നിങ്ങളൊന്ന് ആലോചിക്കുക, മഴക്കാലത്ത് ഇങ്ങനെ ഈ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ പോയിട്ട് അവർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റാതെ വഴിയിൽ പാതിരാത്രിക്ക് പേടിച്ച് കയറി നിന്നിട്ടുണ്ടെന്ന്. എൻ്റെ പൊന്നു, എന്നെ അവസ്ഥയായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഈ നടക്കുന്നത് തന്നെ ഈ മഴ സമയത്തിലെ പോകാമെന്ന് വെച്ചാൽ റിസ്ക് ആട്ടോ. കാരണം വെച്ചാൽ ഈ പറഞ്ഞ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. അതൊന്നും നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ മഴ സമയത്ത് എങ്ങനെയല്ല ഇങ്ങനെ കയറി വീട്ടിലിരിക്കുന്നത്. നമുക്ക് ഈ പ്രകൃതിയുടെ ഏറ്റവും സൗന്ദര്യം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നത് ഈ മഴക്കാലത്ത് തന്നെ കേട്ടോ. ഇത് ഇവിടെ ഒരു മരം കണ്ടോ, അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ വേരുകളൊക്കെ ഇറങ്ങിയിട്ടേ ഈ ആൽമരമൊക്കെ നിൽക്കുന്ന പോലെ തന്നെ താഴേക്ക് ഇങ്ങനെ വളർന്നു നിൽക്കുന്നൊരു കാഴ്ച. ആ പാറപ്പുറത്താണേ. അപ്പോൾ വീണ്ടും കോൺക്രീറ്റ് വഴി അവസാനിക്കുവാണ്. ഇനി മുന്നോട്ട് എന്തായാലും കോൺക്രീറ്റ് വഴി നമുക്ക് കിട്ടാൻ വളരെ സാധ്യത കുറവാട്ടോ. ഇവിടെ കൊണ്ട് തീരുമായിരിക്കും. അപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരൊക്കെ ഇവിടെ ഈ വഴി കൂടെ മഴയത്തൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ നടന്നു പോകുന്നത്. അടിപൊളി ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു ചീവീടിൻ്റെ ശബ്ദവും കിളികളുടെ ഒക്കെ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക അനുഭവമായിട്ടൊക്കെ നടക്കാൻ. വീണ്ടും നമുക്ക് മുന്നിൽ വലിയൊരു മല കാണാം. അങ്ങ് നോക്കേ, ഈച്ചക്കാടാണേ. ഇതെന്താണ്, ഗുഹയോ? അടിപൊളി. അപ്പം മഴ വന്നാതെ ഇതിൻ്റെ അടിയിലേക്ക് കയറി നിന്നാൽ മതി. അടിപൊളി ഒരു സ്ഥലമാട്ടോ. എന്തായാലും റോഡൊക്കെ മോശമാണെന്നുണ്ടെങ്കിലും എൻ്റെ അമ്മോ വീണ്ടും മഴ കൂടുവാണേ. ഇനി നമുക്ക് കയറി നിൽക്കാനായിട്ട് അങ്ങനെ ഒരു വീടും കിട്ടിയെന്ന് വരില്ല. പെട്ടുപോയത് തന്നെ കേട്ടോ. ഒരു ചെറിയ കുടയും ജാക്കറ്റും മാത്രമാണ് കയ്യിലുള്ളത്. മഴ നിന്ന് നനയേണ്ട വരും മിക്കവാറും. കണ്ടോ, അത് തെളിഞ്ഞതായിരുന്നു കുറച്ച് നേരത്തേക്ക്. വീണ്ടും ഇരുണ്ട് മൂടുവാണ്. ഒരു മരം നോക്കി ഇലകളൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നുണ്ടോ. എന്താണ് റോഡിൻ്റെ നടുക്ക് കുളമോ? ഇവിടെ പോയാൽ നമ്മൾ മിക്കവാറും ഒരു താഴ്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ആട്ടോ ഇവിടെ കയറി വരുള്ളൂ. പിക്കപ്പും ജീപ്പൊക്കെ തടി വെട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ. അമ്പലം എത്താറായോ? വീണ്ടും അങ്ങോട്ട് പോകണം അല്ലേ? ശരി. ശരി. ഓക്കെ. അവിടെ നിന്നപ്പോൾ കണ്ടായിരുന്നു. നിങ്ങളിതിലേക്ക് കയറി വന്നേ ഈ വഴി തന്നെ അല്ലേ? അപ്പോൾ ഇവിടുന്ന് മൂലമറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കാണാം. ആഞ്ഞിലിയല്ലേ ഏട്ടാ? ആഞ്ഞിലിയാ അല്ലേ? നിങ്ങളൊക്കെ എവിടെ താമസിക്കുന്ന വീട്? അതെയോ? ഇതെങ്ങോട്ട് തടി കൊണ്ടുപോകണേ? തൊടുപുഴയ്ക്ക്. മഴ പോയട്ടോ. ഇതാണ് നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് മഴ പോവും. ഇതൊക്കെ സെൻട്രൽ ജയിലിൻ്റെ ഭിത്തി പടുത്ത് വെച്ചേക്കുന്ന പോലെ പാറ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലേ. അതിൻ്റെ മേളിൽ കൂടെ ഒരു പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്ന കാഴ്ച കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഈ വഴിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഇടയ്ക്കെങ്ങാണ്ട് പണിത് കണ്ടത് കണ്ടോ. അവിടെ ആ മണ്ണൊക്കെ എടുത്തേക്കണതാണ് ഈ വഴി പണിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ട് തന്നെ വീതിയുണ്ട്. ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വലിയ ഉപകാരമാവും. അപ്പോൾ ഇതൊരു മലമ്പ്രദേശം ആയതുകൊണ്ടേ ഇതിൻ്റെ ഈ വഴിയുടെ പണിയൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ വഴിയാണല്ലോ. അതുകൊണ്ട് തന്നെ ചിലപ്പം ഫണ്ടൊക്കെ വന്നങ്ങനെ വഴി പണിതെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പ്രാവർത്തികമാവുന്ന ഒരു കാര്യമല്ല. അങ്ങനെ നമ്മൾ നടന്ന് ഇതേ വീണ്ടും ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അതുണ്ടോ, അവിടെയൊക്കെ കുറേ വീടുകളൊക്കെ കാണാം. നേരെ ഒരു വഴിയുണ്ട്, ഇത് ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്. ഇതാണ് ആ ചേട്ടൻ പറഞ്ഞ പള്ളി. ഇത് കണ്ടോ, ഒരു ചെറിയ പള്ളിയാണ്. കണ്ടിട്ട് ഇതൊരു CSI പള്ളിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പള്ളിയുടെ പേരെന്തായിരിക്കും? അതിവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലല്ലോ. ഈ പള്ളിയുടെ പേരെന്താണെന്ന് അറിയില്ലല്ലോ. കണ്ടിട്ടൊരു CSI ചർച്ച് ആണെന്ന് തന്നെ തോന്നുന്നു. ഞായറാഴ്ചകളിലൊക്കെ ആരാധന നടക്കുന്ന ഒരു പള്ളിയായിരിക്കാം. പള്ളിയുടെ അവിടെ ആയിട്ടൊരു ടാങ്ക് കാണാം. ഇതെന്താണ്, ഈ മഴവെള്ള സംഭരണിയാണോ? അതേ ടാങ്ക് എന്താണെന്ന് അറിയില്ലല്ലോ. കൊള്ളാം, നല്ല രസം ആ പള്ളി കാണാൻ. ഇവിടെ നിൽക്കുന്നത് കാണാനായിട്ടേ. ഇത് വലിയൊരു റബ്ബർ തോട്ടമാണേ. ഇവിടെ അവർ ചേട്ടനുണ്ടല്ലോ. ചേട്ടാ പള്ളിയുടെ പേരെന്നാ? സെൻറ്റ് മാത്യാസ് ചർച്ച്, CSI പള്ളിയല്ലേ? ഞായറാഴ്ചകളിൽ ആരാധനയൊക്കെ ഉള്ളതാണോ? ഇവിടെ എത്ര കുടുംബക്കാരുണ്ട് മൊത്തം? 17 വീടുകളുണ്ട്. അപ്പോൾ അനൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണോ? അനൂർ എത്തി അല്ലേ? 17 വീടുകളാണോ ഉള്ളത്? നേരത്തെ കൂടുതലുണ്ടായിരുന്നാണോ? 36 വീടുകളുണ്ടായിരുന്നോ? നമുക്കിവിടെ ആൾക്കാരുണ്ടായിരുന്നാണ്. പിന്നെ എല്ലാവരും ഇവിടുന്ന് ജോലി കിട്ടിപ്പോയവരുണ്ട്. അല്ലാതെ
വഴി സൗകര്യം നോക്കി പോയവരുണ്ട്. സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ? അങ്ങനെ വന്നപ്പോഴത്തേനും നമുക്ക് ഇവിടെ സൗകര്യം കുറഞ്ഞു. ഈ പള്ളിയിലെ ആളുകളൊക്കെ വരുന്നതാണോ? അതെ അതെ അല്ലേ? ഇത് എത്ര ഏക്കറുണ്ട് ഈ റബ്ബർ? ഇത് 1.14. ചേട്ടൻ്റെ ആണോ? അല്ല, ഇത് പള്ളി വക. പള്ളി വകയാണോ? ചേട്ടൻ എവിടെ താമസിക്കുന്നത്? ഞാൻ മേളിലാ അല്ലേ? അവിടെ വീടുകളുണ്ടല്ലേ ആ മേളിലും? അങ്ങോട്ട് വീടുകളുണ്ട്. ഓ ശരി. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട്. അത് തന്നെ, ഞാൻ ആ അമ്പലം ഇങ്ങനെ ലക്ഷ്യമാക്കി വന്നേക്കുന്നത്. പണി കഴിഞ്ഞ വെട്ടൊക്കെ ഇന്നിപ്പോ നേരത്തെ എടുത്തു. നീ ഉറ പിടിക്കണം അല്ലേ? ഷീറ്റ് അടിക്കുന്ന അവിടെ കൊണ്ടുപോയാ? ഷീറ്റ് അടിക്കുന്ന അവിടെ ഒരു വീടുണ്ട്. എപ്പോ തുടങ്ങും രാവിലെ ടാപ്പിങ്? രാവിലെ ഇന്ന് താമസിച്ച് ഇറങ്ങിയത്. സാധാരണ ഞാൻ വെട്ടാൻ 4 മണിക്ക് വന്ന് 4 മണിക്ക് തുടങ്ങും. ചേട്ടൻ തന്നെ ഉള്ളോ? തന്നെ ഉള്ളു അല്ലേ? ഒരു തോട് ഇറക്കുന്നതൊക്കെ അതെ ഏതാ? ഇവിടുന്ന് അങ്ങോട്ട് ഇത് റോഡ് തന്നെ. ഇവിടെ അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് തോടാ. അത് ഈ തോട് പോകുന്ന നേരെ നമുക്ക് മൂലമറ്റത്തേക്ക് പോവാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ജോബി. ജോബി. ഇത് ഈ വഴി സൈഡിൽ ഞാനൊരു വീട് കാണിച്ചു തരാം കേട്ടോ. താമസമൊന്നുമില്ല, ഉപേക്ഷിച്ച് പോയൊരു വീടാട്ടോ. പക്ഷെ എൻ്റെ പൊന്നോ എന്നാ ആംബിയൻസ്, കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇത് നോക്കിയാൽ തമാശ പറഞ്ഞല്ല, ഈ വീട് കണ്ടില്ലേ? എൻ്റെ പൊന്ന് ഭയങ്കര ഒരു ഭീകര ലുക്കാട്ടോ. പക്ഷെ എൻ്റെ മോനെ വീട് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. മൊത്തം ഈ തടി കൊണ്ട് പണിതേക്കുന്ന ഒരു വീടാണ്. താമസമില്ല കേട്ടോ. ഈ കാലപ്പഴക്കം ചെന്ന് അങ്ങനെ ഉപേക്ഷിച്ച് പോയതാണോ അതെയോ? ഓടൊക്കെ തകർന്നു കിടക്കണം. നോക്കി, ഒരു പ്രേതപടം പിടിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ വീട്. ഒരു വല്ലാത്തൊരു ആംബിയൻസ്. ആ മഴയുടെയൊക്കെ ഒരു ഇരുണ്ട് മൂടിയ ഒരു ആംബിയൻസിൽ ഈ വീട് നിൽക്കുന്നുണ്ടോ? പഴയ തറവാട് വീട് പോലെയൊക്കെ ഉണ്ട് കാണാനായിട്ട്. അതിൻ്റെ പുറമേ ആയിട്ട് ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഈ തടി കൊണ്ട് ഇങ്ങനെ ഭിത്തി പോലെ പണിത് വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്താണ് വീട്. പക്ഷെ എൻ്റെ പൊന്ന, അയ്യോ, ഈ പാറ വണ്ടില്ലേ, ആ ചെറിയ വണ്ടിൻ്റെ രൂക്ഷമായ മണം കേട്ടോ. അപ്പോൾ ഈ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ കേട്ടോ ആ വീട്. നമുക്ക് വീട് ആരുടെയാണെന്ന് ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും ഇത് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട് മനസ്സിലെ. ഈ വീട് ആരുടെ ചേട്ടാ? ആ മേളിൽ ആ തടി കൊണ്ട് പണിതേക്കുന്നേ ആ വീട് തറവാടാണോ ചേട്ടൻ്റെ? മറ്റേ അതിപ്പോൾ താമസമൊന്നുമില്ലേ? അതെയോ? എത്ര കാലമായി അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? അത് എത്ര ഏതാ? 1922. നല്ല പഴക്കമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. കണ്ടപ്പോൾ തന്നെ ആ ഒരു പ്രദേശം കണ്ടപ്പോൾ തന്നെ എന്തോ പോലെ. അപ്പോൾ ശരി എന്നാ, ഓക്കെ. അപ്പോൾ ഇനി നമ്മളൊരു അമ്പലത്തിലേക്കാട്ടോ പോകുന്നത്. ഈ പള്ളിയുടെ ഇതിൽ കിടക്കണ ഈ വഴി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അമ്പലത്തിലെത്താൻ പറ്റും. ഇതാണ് ആ വീട്ടിലേക്ക് കയറുന്ന വഴി. ഇവിടുന്ന് നോക്കിയാൽ തന്നെ പേടിയാട്ടോ വീടിൻ്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ആ ഒരു രസം അങ്ങ് പോയി. ഞാൻ ആ വീടിനെ കുറിച്ച് ഇങ്ങനെ കഥകളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആ ചേട്ടൻ്റെ തറവാട് വീടാട്ടോ. 1922 പണിത വീടാണ്. ആ കാലപ്പഴക്കം കാരണം കേട്ടോ ഇവിടെ അത് ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പലമല്ലേ, ആ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ പോകാനാണ് നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അതായത് നമ്മൾ പുത്തേട് നിന്ന് പുള്ളിക്കാനൊക്കെ പോകുമ്പോഴത്തേനും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പുത്തേട് സിറ്റി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആളുകളൊക്കെ ഇറങ്ങിയ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് മൂലമറ്റത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു കെട്ടിടം കാണാം. അത് വലിയൊരു മലയുടെ ഒരു മുനമ്പത്ത് നിൽക്കുന്നൊരു കെട്ടിടം. അത് അമ്പലമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ശേഷം പുത്തേട് വന്നപ്പം ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു അമ്പലമാണ്. ഈ ഇടയ്ക്ക് പണിതൊരു അമ്പലമാണെന്ന് മനസ്സിലായത്. അപ്പോൾ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അനൂർ എന്നാണെന്നും ഇവിടെ ഒരു അമ്പലം മാത്രമല്ല ഇങ്ങനെ കുറേ വീടുകളൊക്കെ ഉള്ളൊരു മലയോര ഗ്രാമമാണെന്നും മനസ്സിലായത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പള്ളിയൊക്കെ ഉള്ള സ്ഥലം ഇതാണ് ശരിക്കും പറഞ്ഞാൽ അനൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ നമുക്ക് ഒരു പള്ളിയുണ്ട്, ഈ അമ്പലം, പിന്നെ കുറേ വീടുകൾ. അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ ഇവിടുത്തെ പണ്ടൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഒരു മലയുടെ മേളിൽ കേട്ടോ. എല്ലാവരും ഇങ്ങനെ സൗകര്യക്കുറവായതുകൊണ്ട് ഈ ഗ്രാമം വിട്ട് ഉപേക്ഷിച്ച് അങ്ങനെ പോയതാണേ. അപ്പോൾ പള്ളിയുടെ ഇവിടെ നിന്ന് നേരെ നടന്നു വരുമ്പോഴത്തേന് ഇങ്ങനെ 3 കൂടി ഒരു ജംഗ്ഷൻ കാണാം. അതിൽ നേരെ കിടക്കുന്ന വഴിയാണ് നേരെ അമ്പലത്തിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഈ വഴിക്ക് എങ്ങോട്ടായിരിക്കും പോകുന്നത് അറിയില്ല. ആ ഒരു വഴി അവിടെ കൊണ്ട് തീരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നേരെ കയറി ചെല്ലുന്ന അമ്പലത്തിൻ്റെ മുറ്റത്തേക്കാണേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്ന് അധികം ആർക്കും ഒന്നും അറിയില്ല കേട്ടോ. ആളുകളൊക്കെ അറിഞ്ഞും കേട്ടൊക്കെ വരുന്നേ ഉള്ളൂ. പുതിയ അമ്പലം, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുതിയ അമ്പലം കാണുന്നത്. അടിപൊളി. ഓക്കെ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ആ മലയിൽ നിന്ന് കോടയൊക്കെ ഇറങ്ങിയിട്ട് ഈ അമ്പലമാണ് അങ്ങ് ആ വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ വ്യൂ പോയിന്റും കാണാവേ. അവിടെ നിന്ന് കാണുന്ന ഒരു അമ്പലം. ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുമായിരിക്കും. ഈ അമ്പലത്തിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് കേട്ടോ. ഈ മലയടിവാരത്ത്
എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടെ കയറി വരുമ്പോൾ തന്നെ സർപ്പത്തറയാണോ അല്ല ശിവലിംഗം. ഇവിടെ ദൈവങ്ങളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. മലദൈവങ്ങൾ, മലങ്കുറുത്തി, മലങ്കുറുവൻ. അപ്പോൾ അവരുടെ പ്രതിഷ്ഠയാണ്. ഈ മതിൽക്കെട്ടിൻ്റെ അകത്താണ് ഈ അമ്പലം, ശ്രീകോവിലൊക്കെ. അത് കണ്ടോ, ഇതിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടേ. ഇതേ അതിൻ്റെ അടയാളങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്ന് അറിയില്ലല്ലോ, ഞാനത് ചോദിക്കാൻ മറന്നുപോയി. ഒരു വാഗ പൂത്ത് നിൽക്കുന്നുണ്ടോ, സർപ്പത്തറയാണ് കാണുന്നത്. ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ, ഇതേക്കുറിച്ചൊന്നും അറിയാൻ എന്താണ് വഴി? വലിയൊരു ചെറിയൊരു കൊടംപുളി മരം. അപ്പോൾ കൃത്യം അമ്പലത്തിൽ എത്താനായിരുന്നു. മഴ വീണ്ടും കൂടുവാട്ടോ. നമുക്ക് എന്തായാലും ആ പാറപ്പുറത്ത് നോക്കി അവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റ് ഒന്ന് കാണാം. മഴ ഇങ്ങനെ വെള്ളം ആയതുകൊണ്ട് മിക്കവാറും റിസ്ക് ആയിരിക്കും അവിടെ നിൽക്കാനായിട്ട്. എന്തായാലും പോയി നോക്കാം. എൻ്റെ പൊന്നെ, ഇതെന്താ കാഴ്ച നോക്കി. മൂലമറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ആട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മൂലമറ്റം ടൗണും സുച്ചിയാടും അങ്ങ് ദൂരെ നമ്മുടെ ഇടുക്കിക്ക് പോകുമ്പോഴുള്ള നാടുകാണിപ്പവലിനൊക്കെ വരുന്ന ആ ഒരു മലനിരകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വലിയൊരു താഴ്വാര പ്രദേശം ഇവിടുന്ന് കാണാം. അടിപൊളി. ഈ പാറയിൽ നിൽക്കുന്ന ഇച്ചിരി റിസ്ക് ആട്ടോ. കാരണം ഇപ്പം തെന്നിക്കിടക്കണോണ്ട് തന്നെ അങ്ങ് ഇറങ്ങിയൊന്നും പോകുന്നില്ലേ. അധികം സാഹസികമായിട്ടുള്ള പരിപാടി ഇവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൊള്ളാം. ഈ അമ്പലത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം, ഇവിടെ നിന്നുള്ള വ്യൂവും കാണാം. അവിടെ ഇറങ്ങി വരാനും വഴിയൊക്കെ ഭയങ്കര മോശമാണെന്നുള്ളൂ. ഭാവിയിൽ എന്തായാലും ഇതിൻ്റെ വഴിയൊക്കെ ഇതിൻ്റെ പണിയൊക്കെ ചെയ്യുമായിരിക്കും അല്ലേ. കൊള്ളാട്ടോ, നല്ലൊരു സ്ഥലത്താണ് അമ്പലം പണിത് വെച്ചേക്കുന്നത്. ഇത് നോക്കി, ആ ഫ്രെയിം നോക്കി. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുവാണ്. വലിയ മഴ അരച്ചു വരുന്നതാണ്. അതേ താഴെ ഒരു തോടുണ്ടെന്ന് പറഞ്ഞാൽ ആ തോട്ടിക്കൂടെ വെള്ളം പോകുന്നതാണെന്നൊന്നും മനസ്സിലാക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. ആ വെള്ളം അരച്ച് പോകുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ആ തോട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കട്ടെ, അവിടെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പം നമ്മൾ കണ്ട ചേട്ടനോടെയും ചോദിച്ചായിരുന്നു ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. അരിമാലി എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാൻ വെച്ചാൽ പാടാന്ന് പറഞ്ഞത്. കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ പരിചയമുള്ളവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു ആ വഴി വെള്ളച്ചാട്ടത്തിലേക്ക്. ഇതാണോന്ന് അറിയില്ലല്ലോ. അത് മുന്നോട്ട് പോയി ചേട്ടനോട് ചോദിക്കണോ? ആ ചേട്ടനോടെ ഉണ്ടാവുമോ? പണി കഴിഞ്ഞ് മിക്കവാറും പോയിട്ടുണ്ടായിരിക്കും. അതിലൊന്ന് കുറച്ച് പേരൊന്ന് പോയി നോക്കാം. ഇതാ തോട്ടത്തിലേക്കൊക്കെ പോകുന്ന ഒരു വഴി കേട്ടോ. ആ താഴേന്ന് അവിടെ നിന്ന് കണ്ടാണ് ആ തോടരയ്ക്കുന്നത്. മൊത്തം പുല്ല് മൂടി കിടക്കുവാണേ ഈ വഴി. ഇതൊക്കെ ഈ റബ്ബർ വെട്ടാറൊന്നും ആയിട്ടില്ല. ഇങ്ങനെ പ്ലാന്റ് ചെയ്തിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല. തൈ റബ്ബറുകളാണ് അങ്ങനെ നിൽക്കുന്നത്. അങ്ങ് മേളിൽ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് മേളിലേക്ക് ഇതിനാലപ്പുറത്തേക്കാണ് ആ ചേട്ടൻ്റെ മറ്റേ സ്ഥലം. ആ ചേട്ടൻ്റെ അല്ല, പള്ളിയുടെ ആണെന്ന് കേട്ടോ പറഞ്ഞ റബ്ബർ തോട്ടം. ആ ചേട്ടനോടെ പണിയെടുക്കുന്നതേ ഉള്ളൂ. മൊത്തം പുല്ല് മൂടി കിടക്കണതുകൊണ്ട് വല്ല പാമ്പോ ചേമ്പോ ഒന്നും കിടന്നു കഴിഞ്ഞാൽ അറിയില്ല. കണ്ടോ, ഇതിലൊന്നും അങ്ങനെ നടപ്പ് വഴിയൊന്നുമല്ല, അതിങ്ങനെ തെളിഞ്ഞൊന്നും കിടക്കുന്നില്ല. ഇവിടെ വലിയ മഴയൊക്കെ പെയ്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല കേട്ടോ. അതാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണേ ആ തോട്. ഈ തോടിൻ്റെ എരമ്പലാണ് നമ്മൾ ആ മേളിൽ നിന്ന് കേട്ടത്. അവിടെ ഒരു കോൺക്രീറ്റ് പാലമൊക്കെ കാണാമല്ലോ. ഇതിലൊന്നും ആരും വരുന്നതല്ല കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പോലും അധികം ആർക്കും അറിയില്ല. ഓ, അടിപൊളി. ഇതൊക്കെ കണ്ടിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അപകടമാണ് ഈ പാറ ആയതുകൊണ്ട്. അപ്പോൾ ഇതായിരിക്കാം മിക്കവാറും വെള്ളച്ചാട്ടം. അവിടെ പോയി നിന്ന് കാണണമായിരിക്കും. അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയൊന്നും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. അടിപൊളി ഒരു പ്രദേശം. അപ്പോൾ നമ്മൾ ആദ്യമേ കയറി എന്ന വീട്ടിലെ ചേട്ടൻ പറഞ്ഞില്ലായിരുന്നോ ഈ അനൂർ ഗ്രാമത്തിലേക്ക് വരാൻ 2 വഴിയുണ്ടെന്ന്. നമ്മളിപ്പോൾ പോകുന്ന വഴി കൂടാതെ മൂലമറ്റത്ത് എലപ്പള്ളി എന്ന് തുടങ്ങുന്ന വഴി, മിക്കവാറും ആ വഴിയായിരിക്കും കേട്ടോ ഇത്. അങ്ങനെ ഉരുൾ വന്ന് പോയ വഴി എന്ന് പറയുന്നത്. ഓ, ഇതിലും നല്ല വഴി തമ്മി ഭേദം നമ്മൾ വന്ന വഴി തന്നെ കേട്ടോ. അത് അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഈ വഴിക്കാലും ഭേദമായിരിക്കും. ഇത് നോക്കി, ഈ വഴി ഇങ്ങനെ ആരും നടക്കുന്ന വഴിയൊന്നുമല്ല. കണ്ടു കഴിഞ്ഞാൽ അറിയാം, മൊത്തം പുല്ലൊക്കെ മൂടി അങ്ങനെ കിടക്കുവാണ്. എന്നാലും ഇവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. കാപ്പിയും മലയിഞ്ചിയൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് കണ്ടോ. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഇതായിരിക്കും. ഞാൻ അങ്ങനെ ആ ഒരു ഉദ്ദേശം വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ റോഡ് അങ്ങനെ പോവുകയാണെ താഴെ മൂലമറ്റം വരെ പോകുന്ന വഴിയായിരിക്കും ഇത്. എൻ്റെ പൊന്നെ, അതെ ആ പ്ലാവിൽ ചക്ക കിടക്കുന്നത് നോക്കി. ചക്കയൊന്നും ആർക്കും വേണ്ട കേട്ടോ. മൊത്തം പഴുത്ത് ചീഞ്ഞ് പോവുകയാണ്. ഇതേണ്ടോ, ചക്ക ചീഞ്ഞ് കിടക്കാണ്ടില്ലേ വഴി സൈഡിൽ. അയ്യോ, ഇതൊരു കാട്ടുവഴിയാട്ടോ. എന്തായാലും അധികം ദൂരം പോകണ്ട. വല്ല മൃഗങ്ങൾ, പന്നി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതിൻ്റെ ഇത് ഉണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല.
പന്നിയുണ്ട്. ഇത് കണ്ടോ, അത് പന്നി തന്നെ, പന്നിയുടെ പണിയാണ്. ഇത് കണ്ടോ, അത് പന്നിയാണേ, കുത്തിയിട്ടേക്കുന്നത് കേട്ടോ. പന്നിയുടെ കാൽപ്പാടൊക്കെ കാണാം. അടിപൊളി. നമ്മൾ ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കണ്ട ഒരു മല തന്നെ കേട്ടോ. ഇവിടെ ഒരു കൂറ്റൻ പാറ കാണാം. ഇതിങ്ങനെ ഈ വഴി താഴേക്ക് അങ്ങനെ വളഞ്ഞ് പോവുകയാണേ. പന്നികൾ വിളഞ്ഞ് മേഞ്ഞ് നടക്കുന്ന ഒരു പ്രദേശം കേട്ടോ. എൻ്റെ അമ്മ, ആ താഴെ ഒരു അത് വീടാണ്. അത് എന്താ അത്? വീടാണോ? അതാന്ന് തോന്നുന്നു വെള്ളച്ചാട്ടം. എന്താണ് മുള കൊണ്ട് പണിതേക്കുന്ന വീടാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതായിരിക്കും വെള്ളച്ചാട്ടം. എന്തേ അടിപൊളി, എന്ത് ഭംഗിയാന്നൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു കേട്ടോ, അരിമാലി വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം അധികം പേര് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കണ അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടം അവിടെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, ഇത് നോക്കേ, അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഈ പൂള് കണ്ടില്ല, ഇവിടെയൊക്കെ കണ്ടിട്ട് നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ വെള്ളച്ചാട്ടത്തിൽ എങ്ങാനും വന്നിട്ട് ഇവിടെ ഒരിക്കലും ഇതിൻ്റെ അകത്തേക്ക് നീന്താനോ ഇറങ്ങാനോ ശ്രമിച്ചേക്കരുത്. ഇതിൻ്റെ ആഴമൊക്കെ എന്തോരം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്ത് ഭംഗിയാണൊക്കെ വെള്ളം വരുന്നത്. അതിങ്ങനെ ഒഴുകി താഴേക്ക് വീണ്ടും പോവുകയാണേ. നല്ല ശക്തിയുള്ള മഴ സമയത്ത് ഇതിലേക്ക് വെള്ളം കയറി ഒഴുകി പോകുന്ന ആ പാടൊക്കെ കാണാം കേട്ടോ. അപ്പം മഴക്കാലത്തൊന്നും ഇവിടെ വന്നൊരിക്കും ഇങ്ങോട്ടൊന്ന് ഇറങ്ങാം ഈ തോട്ടിലേക്ക്. അതായത് നമ്മളിപ്പം ഇതിലൊക്കെ വെള്ളം ഒഴുകി പോകുന്നതാണ്. അപ്പോൾ മഴക്കാലത്തേക്ക് ഇങ്ങോട്ടേക്കൊന്നും ആരും ഇറങ്ങരുത്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണേ. അതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. ഓ, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ആനചാടിക്കുത്തൊക്കെ പോലെയുണ്ട്. ആനചാടിക്കുത്ത് പിന്നെ സേഫാണ്, നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. ഇതൊട്ടും സേഫ് അല്ല കേട്ടോ കണ്ടിടത്തോളം. ഇതെന്തായിരിക്കും, ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഓ, അന്തരീക്ഷമൊക്കെ തെളിഞ്ഞിട്ടൊരു പ്രത്യേക രസമാണ് ഇവിടെ നിൽക്കാൻ. ഓ, ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായാലും നഷ്ടമായി പോയണേ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മൂലവരത്തുള്ള ടിജോ ബ്രോ അവിടെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ബ്രോ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ ടിജോ ബ്രോ ആണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ബ്രോ പ്രത്യേകം പറയുകയും ചെയ്തു ആ വഴി അങ്ങോട്ട് പോകുന്നത് കണ്ടുപിടിക്കാൻ പാടാണ്. പക്ഷേ അത് അത്ര വലിയ പാടൊന്നുമില്ല. അമ്പലം കണ്ടില്ല, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ കിടക്കണതിന് പകരം നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഒരു വലത്തേക്കുള്ള വഴി നേരെ ഇറങ്ങി പോന്നാൽ മതി. റിസ്ക്കാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം വല്ലാണ്ട് നമ്മളെങ്ങ് ആകർഷിക്കും. അതിൽ വീണ് പോകരുത്, പണി കിട്ടും കേട്ടോ. കഴിവതും നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ തന്നെ വരാൻ നോക്കും. ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാലേ നമ്മളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങോട്ടൊക്കെ എത്തിപ്പെടുക എന്നുള്ളൊരു കാര്യമാണ്. വഴി കണ്ടില്ലേ വഴിയുടെ അവസ്ഥ, അതാണ്. അപ്പോൾ ഇതാണ് വഴി. ഞാൻ ഒന്നോടെ പറഞ്ഞു തരാം. കാരണം ഇവിടെ വന്നിട്ട് ലൊക്കേഷനൊക്കെ ഇടാൻ റേഞ്ചൊക്കെ ഇല്ലെങ്കിലേ, എനിക്കിവിടെ റേഞ്ചൊന്നും ഇല്ല കേട്ടോ VIക്ക്. അപ്പോൾ ഇതാണ് നേരെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി. അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് ചേർന്ന് താഴേക്ക് കിടക്കുന്ന വഴി. നേരെ പോയാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം കേട്ടോ. ഈ വഴി ഒറ്റ വഴിയുള്ളൂ, നേരെ വിട്ടാൽ മതി, ഈസി ആയിട്ട് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേനും വണ്ടിയൊക്കെ ഇങ്ങോട്ട് അധികം കൊണ്ടിരുത്തില്ലല്ലോ, ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം നിങ്ങൾക്ക് അറിയാലോ വഴിയുടെ ഒരു കിടപ്പോശൊക്കെ അനുസരിച്ച് മുന്നോട്ട് വരിക. അങ്ങനെ ഒരു നടപ്പെല്ലാം നടന്ന് തിരിച്ച് കയറി പള്ളിയുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടോ. ഇനിയിപ്പം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി ഈ വഴിയാണോ ഇലപ്പള്ളിക്ക് പോകുന്നത് അതൊന്ന് കൺഫേം ചെയ്യാം. ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് നേരെ? ഇതാ ഇലപ്പള്ളിക്കുള്ള വഴി അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇത് ഈ വഴിയാണ് ഇലപ്പള്ളിക്കുള്ളത്. ഇതിന് എന്തോരം ദൂരം പോകണം? അപ്പോൾ അവിടെ വെള്ളച്ചാട്ടം ഇല്ല താഴെ, അതിൽ നേരെ കിടക്കുന്ന വഴി എങ്ങോട്ടുള്ളതാ? മൂലമറ്റം കണ്ട ഈ മലയടിവാരത്ത് ഈ മലമുകളിൽ ഉള്ള കുറേ വീടുകൾ. ഇവിടെ ഒരു എന്താ അംഗൻവാടിയാണേ, ഒരു അംഗൻവാടി ആട്ടോ കാണണേ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അതെ ഇങ്ങനെ കുറേ വീടുകളൊക്കെ ആട്ടോ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ചുരുക്കം ചില വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലവശേഷിക്കുന്ന വീടുകളൊക്കെയാണ് നമുക്ക് ഈ റോഡ് സൈഡിൽ ഇവിടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ആദായമൊക്കെ ലഭിക്കുന്ന ഒരു മലയോര ഗ്രാമം തന്നെ കേട്ടോ. റബ്ബർ, കാപ്പി, കമുക് അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ കൂടുതലും. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതലും മുന്നോട്ടേക്ക് പോകുന്നില്ല കേട്ടോ, തിരിച്ച് നടക്കാം. നമുക്ക് എന്ത് ആദായം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. നമുക്ക് അതിന് എത്ര പൈസ കിട്ടിയാലും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാട്ടോ ജീവിക്കാനായിട്ട്. ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ മലയോര ഗ്രാമങ്ങളിലൊക്കെയാണ് നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാലൊക്കെ ഒരു സ്ഥലത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വഴിയുടെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. അങ്ങനെ തിരിച്ച് പുത്തേട് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണേ. ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഈ അനൂര് വരെ. പുത്തേടുന്ന് വെള്ളച്ചാട്ടം അവിടെ പോയതിന് മൊത്തം 4 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഇനി എത്രയും തിരിച്ച് നടക്കണം. ഇനിയിപ്പം 3 കിലോമീറ്റർ നടന്നാലാണ്
മേളിൽ പുത്തേട് എത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ അനൂർ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം ഞാൻ പ്രതീക്ഷ വന്നതിലൊക്കെ വളരെ മനോഹരമായിട്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക്, പക്ഷേ ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെയൊക്കെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഈ മഴക്കാലമാണ് ഇനി വരുന്നത്. ഈ മഴക്കാലത്തൊക്കെ എങ്ങനെയാണ് ഇവിടെ ഇവർ കഴിഞ്ഞു കൂടുന്നതല്ലേ, വളരെ കഷ്ടം തന്നെ കേട്ടോ. നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു പിക്കപ്പ് കണ്ടോ, തടിയൊക്കെ എത്തിയിട്ട് അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത്. കയറ് കെട്ടിയേക്കണേ ബാക്കിൽ. ആ തടി വലിച്ചെടുക്കാനാണോ? ആ ഓക്കെ ഓക്കെ. ആ അവിടെ കപ്പി കെട്ടിയേക്കോ കേട്ടോ. ആ കപ്പി ഇല്ലെങ്കിൽ ആ ഓക്കെ. ആ നേരെ അതിൽ ഉറഞ്ഞു പൊട്ടിപ്പോലും അല്ലേ. ആ ആ ആ ആ ആ. ചേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കളിക്കാൻ പോകണം. അപ്പോൾ തടി കയറി വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ വന്ന് മരം മുറിച്ച് വണ്ടി കയറി ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ അല്ലേ കൂടുതൽ. ഈ താഴെന്നൊക്കെ കയറ്റിയെടുക്കുകയാണ്. ആ മാറിയുള്ളൂ. തടി പോരൂല ഇങ്ങോട്ട്. ആ കണ്ടോ പിക്കപ്പ് മുന്നോട്ട് പോകണം കണ്ടോ. തടി പറന്നോട്ടോ തന്നെ. തടി കയറി പോണ സ്പീഡ്. പ്രതിഷ്ഠ എന്താണെന്നറിയാൻ പറ്റത്തില്ലേ? അറിയില്ലല്ലേ? ആണോ? അവിടെ എന്താണ് പ്രതിഷ്ഠ? അറിയത്തില്ലല്ലേ? ആ ഞാൻ അവിടെ കുറേ പേരോട് ചോദിച്ചു, ആർക്കും അറിയില്ല അവിടുത്തെ പ്രതിഷ്ഠ എന്താണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആളുകൾ കുടിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന അനൂർ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ അനൂർ ഗ്രാമത്തിൽ വരാനായിട്ട് അറിയാനായിട്ടൊന്നുമില്ല. തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാറ് വരിക, കാഞ്ഞാറിൽ നിന്ന് വാഗമൺ റൂട്ടിൽ പുത്തേട് വന്നിട്ട് പുത്തേടിൽ ആരോട് വെച്ചാലും പറഞ്ഞു തരും കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട വഴിയൊക്കെ മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. പ്രത്യേകം ഓർക്കുക, മഴക്കാലമാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ, ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുമ്പോഴത്തേനും. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.